അബുദാബി കോർണിഷിലെ ഫാമിലി പാർക്കിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ എൻ്റെ റൂമിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പാർക്കിലേക്ക് റോഡ് ക്രോസ് ചെയ്യുന്ന ഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണ്. ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ പാർക്കിൻ്റെ ആ ഒരു സൈഡിലെത്തിയിട്ട് പാർക്കിൽ നിന്നും ഞാൻ താമസിക്കുന്ന വില്ലയുടെ കാഴ്ചയാണ് ഈ കാണുന്നത്. ആ വൈറ്റ് കളറിലുള്ള വില്ലയിലാണ് ഞാൻ താമസിക്കുന്നത്. പാർക്കിനോട് ചേർന്നിട്ട് ഒരു ചെറിയ പള്ളിയും പാർക്കിനകത്ത് വലിയൊരു പള്ളിയും ഉണ്ട്. പാർക്കിനോട് ചേർന്നിട്ട് തന്നെ ഒരു സ്റ്റാർബക്സ് ഉണ്ട്. പിന്നെ ഈ സ്റ്റാർബക്സിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു വലിയൊരു വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട്. ഇത് രാത്രിയിൽ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഇത് പാർക്കിനകത്തുള്ള ഒരു പള്ളിയാണ്. ഈ പള്ളി കുറച്ച് വലിയ പള്ളിയാണ്. വളരെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പാർക്കാണിത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനൊക്കെയുള്ള പ്ലേ ഏരിയാസ് ഒക്കെ കുറേ ഇതിനകത്ത് പലതരത്തിലായിട്ടുണ്ട്. ചില ഏരിയകളിൽ നമുക്ക് കുട്ടികളുമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ അതായത് കുട്ടികളുടെ രക്ഷിതാക്കൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് കുട്ടികളെ പ്രവേശിപ്പിക്കുകയുള്ളൂ. ഇതിനകത്തേക്ക് ഇപ്പോൾ ഈ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന ഇതിനകത്തേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്കൊന്നും അലൗഡ് അല്ല. കൂടെ രക്ഷിതാക്കളുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്തേക്ക് കുട്ടികൾ പ്രവേശിക്കുള്ളൂ. കാരണം സൈഡിലൊക്കെ ഇങ്ങനെ കല്ല് പോലെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വഴിയാണ്. എന്താണ് ഇതിന് കറക്റ്റായിട്ട് ഇതിൻ്റെ പേര് പറയുക എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുമില്ല. ഈ പാർക്കിനകത്ത് നിരവധി ചെടികളും അതുപോലെ തന്നെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് വളരെ വൃത്തിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു പാർക്കാണ്. കൂടാതെ ഈ ഒഴിവ് ദിവസങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ശനി ഞായർ പോലെയുള്ള ദിവസങ്ങളിൽ ഈ പാർക്ക് ഓൾമോസ്റ്റ് ഫുള്ളായിരിക്കും. ഇതുകൂടാതെ പാർക്കിനകത്ത് നമുക്ക് ചില ഏരിയകളിൽ എല്ലാ സ്ഥലത്തും ഇല്ല, ബാർബിക്യൂ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ട്വൻറ്റി 4 അവേഴ്സും ഈ പാർക്കിനകത്ത് ആളുകൾ വരാറുണ്ട്. അങ്ങനെ പ്രത്യേക ഒരു ടൈമിംഗ് ഒന്നും ഇല്ലാത്തൊരു പാർക്കാണിത്. അതുപോലെ തന്നെ ഫുൾ ടൈം ഇതിനകത്ത് ഈ പാർക്ക് ക്ലീൻ ചെയ്യാനും അതുപോലെ ഈ ബാർബിക്യൂ ചെയ്യുന്ന വേസ്റ്റ് കാര്യങ്ങൾ ഇതെല്ലാം എടുക്കാനൊക്കെ ആയിട്ട് നിരവധി ജോലിക്കാർ ഇതിനകത്ത് എപ്പോഴും കാണാറുമുണ്ട്. രാവിലെയും ഉച്ചക്കും വൈകുന്നേരങ്ങളിലൊക്കെ ആയിട്ട് അവർ ഈ പാർക്കിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ക്ലീനിങ്ങിനായിട്ടും നിരവധി പേരുണ്ട്. പാർക്കിനോട് ചേർന്ന് കൊണ്ട് തന്നെയാണ് അബുദാബി കോർണിഷ് ഉള്ളത്. അതിന് നമ്മളൊരു റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാനുണ്ട്. അവിടെ രാവിലെയും വൈകുന്നേരമൊക്കെ മെയിനായിട്ട് ജോഗിങ് പോലെയുള്ള കാര്യങ്ങൾക്ക്, എക്സർസൈസിനൊക്കെ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ പോകുന്നത് ഈ പാർക്കിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. ഇവിടെ ഈ ഒരു ബെഞ്ച് ഇട്ടതുപോലെ ഈ പാർക്കിൻ്റെ പല സ്ഥലങ്ങളിലായിട്ടും നമുക്ക് ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഈ കുറച്ച് മരങ്ങളുണ്ട്. ഈ മരങ്ങളിൽ നിന്ന് ഒരു പ്രത്യേകതരം പൂവ് ഒരുവിധ സമയങ്ങളിലൊക്കെ താഴെ വീണ് ഈ പൂവിനൊരു പ്രത്യേക സ്മെല്ലാണ്. നമ്മളുടെ നാട്ടിൽ ഈ പാലൊക്കെ പൂക്കുന്ന സമയത്തുള്ള ആ ഒരു പൂവിൻ്റെ ഒരു സ്മെല്ലാണ്.
ഫാമിലി പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര് എങ്കിലും ഇതിനകത്തേക്ക് ഫാമിലിയുമായി വരുന്നവർക്ക് മാത്രമേ പ്രവേശിക്കാവും പാടുള്ളൂ എന്നൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും പ്രവേശിക്കാം. പിന്നെ പ്രത്യേകിച്ച് ഇതിന് അകത്തേക്ക് ഒരു എൻട്രൻസ് ഫീയോ അതേപോലത്തെ ടൈമിങ്ങോ ഒന്നുമില്ല. കുട്ടികൾക്ക് കളിക്കാനുള്ള നിരവധി പ്ലേ ഏരിയാസ് ഇതിനകത്തുണ്ട്. പല ഭാഗങ്ങളിലായിട്ട് പല തരത്തിലുള്ള പ്ലേ ഏരിയാസ് തന്നെ ഉണ്ട്. ഇത് സ്റ്റാർബക്സിൻ്റെ സൈഡിൽ നിന്നുള്ള രാത്രി കാഴ്ചയാണ്. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ LED ഡിസ്പ്ലേ ഇങ്ങനെ കളർ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസ്പ്ലേ ഒക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പാർക്കിൻ്റെ കാഴ്ചകൾ. പുതിയ കാഴ്ചകളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം വീണ്ടും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.